ഓക്കെ. എനർജറ്റിക് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് അലിൻ എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാനൊരു CBSE സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 15th ബാച്ചിലെ ഒരു ട്രെയിനി ആണ്. ഐ എം സോ ഹാപ്പി ടു ഗെറ്റ് ദിസ് ചാർജ് ഓഫ് വെൽക്കമിങ് ടുഡേസ് റിസോഴ്സ് പേഴ്സൺ. നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത ട്രെയിനേഴ്സ് ആയിട്ടുള്ളവരുടെ പ്രസന്റേഷൻസ് ആണ് ഇതിനകത്ത് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ്. കാരണം നമ്മളൊരു പ്രൊഫഷണൽ ട്രെയിനർ ആയി വന്നിട്ട് നമ്മൾ അതേ പ്ലാറ്റ്ഫോമിൽ നമ്മളെ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സിസ്റ്റമാറ്റിക് കോഴ്സ്. കാരണം പലർക്കും ട്രെയിനർ ആവണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും, കുറെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് അതിന്റെ ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ, അതിന്റെ ഒരു മെത്തേഡ്, ഒരു 1 hour 2 hours, പിന്നെ അതുപോലെ തന്നെ 1 full day സെഷൻസ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ നല്ല ട്രെയിനിങ് ആവശ്യമാണ്. അതാണ് നമ്മുടെ വിംബിൾ അക്കാഡമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ശ്രീജ മാം ആണ്. മാം 14th പ്രൊഫഷണൽ ട്രെയിനർ ബാച്ചിലെ മെമ്പർ ആണ്. ആൻഡ് നൗ ഷീസ് എൻ എക്സലന്റ് ട്രെയിനർ. 11th പ്രൊഫഷണൽ ട്രെയിനർ ബാച്ചിലെ മെമ്പർ ആണ്. ആൻഡ് സോ ഹാപ്പി ടു വെൽക്കം ശ്രീജ മാം. അതുപോലെ തന്നെ മാമിന്റെ സ്കിൽസ് പറയുകയാണെങ്കിൽ പാരന്റിങ് ഏരിയ ആണ് മാം കൂടുതൽ കവർ ചെയ്യുന്നത്. പാരന്റിങ് സ്കിൽസ് വളരെ നന്നായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ യങ് ബഡ്സിനെ ട്രെയിൻ ചെയ്യുന്ന, ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ ഒരു അംഗൻവാടി, അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അംഗൻവാടി വർക്കർ കൂടിയാണ് മാം. ആ ഒരു ഏരിയയിലും കൂടി മാമിന്റെ ഒരു സ്കില്ല് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ പ്രസന്റേഷന്റെ ടോപ്പിക് ദ പവർ ഓഫ് സെൽഫ് ലവ്. നമ്മൾ സെൽഫിനെ എപ്പോഴും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അല്ലെ, വി ആർ ലിവിങ് ഫോർ സം വൺ എൽസ്. അപ്പോൾ ഇന്ന് മാമിന്റെ ഒരു ഗൈഡൻസും പ്രാക്ടിക്കൽ ടിപ്സും, പിന്നെ അതുപോലെ തന്നെ ഹൗ ടു ലവ് അവർ സെൽഫ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ് മാം പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ആക്റ്റീവ് ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു സെഷനിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് സോ പേഷ്യന്റ്ലി. ആൻഡ് ലെറ്റ്സ് വെൽക്കം Srija ma'am to this session. We welcome you, ma'am. We welcome you to this wonderful session. We are expecting a great practical session from you, ma'am. Most welcome. So handing over the mic to Srija ma'am. Ma'am, please. Thank you. Aline, അല്ലേ? അലീൻ എന്നാ പേര്? അതെ. അലീൻ മാം, താങ്ക് യു. സാറേ തുടങ്ങിക്കോട്ടെ? തുടങ്ങിക്കോ മാം, തുടങ്ങിക്കോ. അപ്പോൾ വിംബിൾ അക്കാദമിയുടെ ട്രെയിനർ സ്റ്റോക്കിൽ നമ്മൾ ഇന്ന് ഈ ഒരു സെൽഫ് ലവ് എന്നൊരു സെക്ഷൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഞാൻ 11ാമത് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അന്ന്. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ സെക്ഷനാണ് എൻ്റെ. നമ്മുടെ ആ കോഴ്സിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സെക്ഷൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ സെക്ഷൻ ചെയ്യാൻ വരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന പിന്നെ നമ്മുടെ മാസ്റ്റർ ട്രെയിനർ, അതുപോലെ ഇതിൻ്റെ ഡയറക്ടറായ ഫൈസൽ സാറിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്, കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞ് വന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് എന്നാണ് അല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ചൊരു ലോകമാണ്. ശരിക്കും സമാധാനത്തോടൊന്ന് ശ്വസിക്കാൻ പോലും പറ്റാതെ അങ്ങനെ ഒരു താൽക്കാലികമായിട്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തിരക്ക് പിടിച്ച ലോകത്താണ് ഞാനടക്കം നിങ്ങളെല്ലാവരും ഉള്ളത്. ഇവിടെ നമുക്ക് പിന്നെ പലരെയും സ്നേഹിക്കാനും പലരാൽ നമ്മൾ സ്നേഹിക്കാനൊക്കെ പെടുന്നുണ്ടെങ്കിലും നമ്മൾ സ്വയം സ്നേഹിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്വയം സ്നേഹിക്കാം എന്നുള്ളൊരു യാത്ര പോവാം.
നമുക്ക് എങ്ങനെ സ്വയം സ്നേഹിക്കപ്പെടും എന്നുള്ള ഒരു യാത്രയിലേക്ക് നമ്മളെല്ലാവരും ആ യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം തന്നെ അതിലേക്ക് ഒരു 4 കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 4 പോയിന്റ്സ്. ബാക്കി നമുക്ക് എങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പലപ്പോഴും നമ്മൾ സ്വയം സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടാനും പിന്നെ കാര്യങ്ങൾ പറയാനും സമാധാനപ്പെടുത്താനും എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ ഉണ്ടെങ്കിലും നമ്മളെ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് എന്താണ് സ്വയം സ്നേഹം, എങ്ങനെയാണ് സ്നേഹിക്കപ്പെടുക, എന്താണ് അതിൻ്റെ പിന്നെ പ്രാക്ടീസ് എന്നൊക്കെയാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു കാര്യത്തിൽ സ്വയം സ്നേഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളൊരു മതില് കെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കണം എന്ത് മതില്, അപ്പോൾ നമ്മൾ വീടിന് മതിൽ ഇട്ടിട്ടുണ്ടാവും, പല പല കാര്യങ്ങളിലും മതിലുണ്ടാവും, അതിരുകൾ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മൾ അതിരുകൾ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു വാസ്തവം. എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായിട്ടും തിരക്ക് പിടിച്ചിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന വേണ്ടി ഭയങ്കരമായിട്ട് സഫർ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോവുക. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്ന അവസ്ഥകളുണ്ട്. ഉറക്കം ഒഴിഞ്ഞൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അവസാനം എല്ലാം നന്നാവും, നമ്മൾ മാത്രം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉറക്കമൊഴിക്കുമ്പോൾ, ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഉറക്കമൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയധികം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ മൊബൈല് ഓഫ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ അതിനോടുള്ള കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെക്കും. എന്താണോ നമ്മളെ കൂടുതൽ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മളെങ്ങനെ ശല്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ, നമ്മൾ എന്തിനാണോ സമയം അറിയാതെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് മതില് കെട്ടിയിടുക എന്നുള്ളത്, നമുക്കൊരു ബൗണ്ടറി ഇടുക എന്നാ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ബൗണ്ടറി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് ബൗണ്ടറി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെപ്പോഴും ഫോണ് നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യങ്ങളാണ്, നമ്മൾ ജോലി കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളും ഓഫീസ് തിരക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞിട്ട് അതിലേക്ക് കയറി വരും. അറിയാതെ അതിലേക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആയി നമ്മളെ സമയം പോകുന്ന അറിയാതെ നമുക്ക് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസ് പരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ അത് അവിടെ തന്നെ തീർക്കാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അതോടുകൂടി തന്നെ നമുക്ക് സമയം കിട്ടും. നമുക്ക് ഇല്ലാത്ത വലിയൊരു പ്രശ്നം സമയം കിട്ടായികയാണല്ലോ. നമ്മൾ എന്ത് പറയുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് പറയുന്ന കാര്യം അതിന് സമയമില്ല, ഭയങ്കര തിരക്കാന്ന് പറയുന്ന സമയത്ത് ഒരു തിരക്കും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെപ്പോഴും ബിസിയാണ്. എന്നാൽ അവസാനം നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആയിരിക്കും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇങ്ങനൊരു ബൗണ്ടറി ഇടുമ്പം നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനും പല കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായൊരു പിന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ബൗണ്ടറി ഇടുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഒരു കാര്യം എൻ്റെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാനൊക്കെ ഫാമിലിക്കും എൻ്റെ കൂടപ്പിറപ്പുകൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതം പല സമയങ്ങളിലും അതിനായിട്ട് സഫർ ചെയ്യുന്ന സമയത്ത് അവസാനം എല്ലാവരും നല്ല രീതിയിൽ കെയറിങ് ആയി സംരക്ഷിക്കപ്പെട്ടു പോകുമ്പോൾ എൻ്റേത് മാത്രം ഭയങ്കര 0 ആയി നിൽക്കുന്ന പല അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ പലപ്പോഴും എന്നെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. എനിക്ക് എൻ്റെതായ കാര്യങ്ങളുണ്ട്, എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഞാൻ പലപ്പോഴും പലർക്കും സ്നേഹം കൊടുക്കാനും പലരെല്ലാം സ്നേഹിക്കപ്പെടാനൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ സ്വയം സ്നേഹിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ പല കാര്യങ്ങളിൽ നിന്നും ഞാൻ
പിന്നെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് എൻഗേജിങ് ആവുക. പലപ്പോഴും ഉറങ്ങുന്ന സമയം കുറെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ. എന്താണെന്ന് വെച്ചാൽ അംഗൻവാടി വർക്കിലെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനും രജിസ്റ്ററും മറ്റും വീട്ടിൽ കൊണ്ടുവരിക, അതിന് സമയം കളയുക. എന്നിട്ട് പിന്നീട് ഉറക്കം വരുമ്പോൾ നമുക്ക് അംഗൻവാടി ചെന്നിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോഴും ഒരു ദിവസം എൻ്റെ സൂപ്പർവൈസർ, എൻ്റെ മേലുദ്യോഗസ്ഥ വന്നിട്ട് സംസാരിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഒരു മൊത്തം മീറ്റിംഗ്, നിങ്ങളൊക്കെ നിങ്ങളുടെ ജോലി ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ പരമാവധി അവിടെ തീർത്തു പോകും. ഒരു കാര്യങ്ങൾ ഒഴിവുള്ള ദിവസങ്ങൾ നിങ്ങൾ രജിസ്റ്ററും മറ്റും കെട്ടിപ്പേറി വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുക. കാരണം ആ ഒഴിവുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ എൻജോയ് ചെയ്യാൻ ഉള്ള സമയമാണ്. ഒരിക്കലും അത് ഈ ഒരു കാര്യം കൂടി വലിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. നമ്മൾ എന്തൊക്കെ കരുതി കൂട്ടി വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നിലേക്ക് എത്തുമെന്നുള്ളത് ഒരു തവണ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്കിത് തീർക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാര്യത്തിലേക്ക് വന്ന് അപ്പോഴും നമ്മൾ മറന്നു പോവാണ്. പലതും എൻ്റെ ജീവിതത്തിൽ ഒരു കുറച്ച് സമയം വരെയുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ കുറച്ച് ഈയിടെ നമ്മുടെ ശരിക്കും ഈ ഒരു കോഴ്സിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കരുതിയപ്പോൾ പിന്നെ സമയം കഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള സമയങ്ങളിലൊക്കെ എൻ്റെതായ കാര്യങ്ങൾക്ക് എനിക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്, എനിക്ക് എന്നെ സ്നേഹിച്ച് തുടങ്ങേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പം പല കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ ചിന്തകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി നിർത്തിയത് കൊണ്ട് തന്നെ ശരിക്കും ശരീരത്ത് നിന്ന് എന്തൊക്കെ ഒരു ഭാരം ഇറങ്ങി പോയ പോലെ, അല്ലെങ്കിൽ ചിലതിന് കൂടുതൽ സമയം കിട്ടുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു സത്യം. രണ്ടാമത് നമുക്ക് പിന്നെ പറയാനുള്ളത് പിന്നെ സംശയങ്ങളാണ്. നമ്മൾ സ്വയം ഇങ്ങനെ സംശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ നമ്മളൊരു വേദിയിലോ ഒരു കൂട്ടത്തിലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ ആ പറയുന്ന കാര്യങ്ങൾ, ഒരു പക്ഷേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോ ഇതിനൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതെന്താണെന്ന് പറയൂ എന്ന് പറയുമ്പോൾ പലർക്കും അത് പറയണമെന്ന് തോന്നും. പക്ഷെ ഞാനത് പറഞ്ഞാൽ ശരിയാവോ, അത് ശരിയാവോ, അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറും. ഇതൊക്കെ എനിക്കും വന്നൊരു കാര്യം തന്നെയാണ്. പല സ്ഥലത്തും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ അവിടെ നമ്മൾ സൈലന്റ് ആയി പോകുന്ന ഒരവസ്ഥ, പറയുന്നത് തെറ്റോ എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ തന്നെ പരിധികൾ ഇടുകയാണ്. എനിക്ക് പിന്നീടുള്ളത് എനിക്കത് കഴിയൂല, എനിക്കത് ചെയ്യാൻ പറ്റൂല, അതൊക്കെ ഈ ഒരു കാറ്റഗറി ഒരു തരം ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ പക്ഷെ പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാതെ നമ്മൾ അവിടെ നമുക്ക് മാത്രം എനിക്ക് ഇത്ര മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മളൊരു പരിധി ഇടുകയാണ്. ആ ഒരു പരിധി ഇടുന്നതോടുകൂടി നമ്മളിലെ എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിക്കുക. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമെന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊക്കെ അങ്ങനെ പല കാര്യങ്ങളിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്പീക്കർ ആവുക അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആവുക എന്നൊക്കെ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അതിന് ഓരോ പിന്നെ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോഴും പലപ്പോഴും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അത് പക്ഷെ മനസ്സിൽ അതിങ്ങനെ വല്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ചില കോഴ്സുകളും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഇപ്പം ഓൾറെഡി എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ അത്രയും കൂടുതലുള്ള ആൾ, അപ്പൊ ഇവരുടെ ഇടയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താവും, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ സംസാരിക്കും, ഒരു പക്ഷെ എന്നെക്കാളും സംസാരിക്കാനും ചിലപ്പോൾ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ ആ കാര്യത്തോട് അടുക്കാനും പറയാനൊക്കെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഉണ്ടായിരിക്കാന്നല്ല ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ച ഞാൻ എന്താവുക, പിന്നെ എനിക്ക് ഇത് പറ്റുമോ, എന്തൊക്കെ വരും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ ഒരു സെക്ഷൻ എടുക്കാൻ എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ
ഓവർകം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കല്ല ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ആ പരിധിക്കുള്ളിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിന് പെർഫെക്ഷൻ വരുത്തുക എന്നുള്ളത് ആ ഒരു മെത്തേഡ് ഞാൻ സ്വീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിലേക്കൊക്കെ മുന്നോട്ട് വരാൻ പറ്റി. ഇതിന് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ കാര്യം വെച്ചാൽ, 1-2 ട്രെയിൻ എടുക്കാൻ പുറത്തു പോയ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ട്രെയിനർ എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കുമെങ്കിലും നമുക്ക് ഓൾറെഡി നമ്മളെ പരിചയപ്പെടുത്തുന്ന നമ്മളെ സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അംഗൻവാടി ടീച്ചറാണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാരണം ചിലപ്പോൾ ഈ പരിചയപ്പെടുത്തിയ സുഹൃത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനത്തേക്ക് എത്തുന്ന കാര്യങ്ങളിലേക്ക് അതാണ് അവര് കാണുന്നത്. സമൂഹം കണ്ടുവയ്ക്കുന്ന ഒരു കാര്യം, അംഗൻവാടി ടീച്ചർമാര് ഇത്ര ഉള്ളൂ അല്ലെങ്കിൽ ഇത്ര അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഫുഡ് കൊടുക്കുക, ചെറിയ കുട്ടികളെ പരിചരിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് ശരിക്കും നമ്മൾ സൊസൈറ്റി നമ്മളെ കണ്ടുവച്ചൊരു കാര്യം. അപ്പോൾ ചെല്ലുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ പല മുഖത്തുനിന്ന് അത് വായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഈ വരുന്ന ആൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ ട്രെയിനിങ് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം അവരിന്ന് വരുന്ന ഫീഡ്ബാക്കും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ മനസ്സിനകത്തേക്ക് വരുന്ന ആ ഒരു സന്തോഷമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും അല്ല എന്ന്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയാലും ഏതൊരു വർക്കായാലും അതിനകത്ത് നിന്നുകൊണ്ട് നമുക്കൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും പല കാര്യങ്ങളും ഇപ്പം ഞാനൊരു ഈ പ്രോഗ്രാം വരുമ്പോൾ അതിൻ്റെ പോസ്റ്റർ വരുമ്പോൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ വീട്ടിൽ. അപ്പം അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നമ്മളടുത്ത് ചോദിക്കാൻ തുടങ്ങി. കാരണം നമ്മളെ നേരത്തെ കണ്ടുവെച്ച ആ ഒരു രീതിയും പിന്നീട് വന്ന മാറ്റങ്ങളാണ് അവർ ശരിക്കും നമ്മളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക വലിയ ഒരു ആളുകൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റെന്ന് പറയാം, അല്ല അങ്ങനെയല്ലേ? 10 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് 9 കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ഒരു കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കൊണ്ട് അതിനെ പറയുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും എന്താ വീഡിയോ ഒക്കെ ഓഫാക്കിയിട്ടിരിക്കണേ? ഇവിടെ തന്നെ അല്ല എല്ലാവരും ഉള്ളത്? അതോ സ്വയം സ്നേഹിക്കാനുള്ള പ്രാക്ടീസിലാണോ? എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കും, ഇപ്പോഴല്ലേ ഒരു നമുക്കും ചെയ്യാനൊരു ഇതുണ്ടാവുക. അപ്പോ മാം ഇവിടെ തന്നെ ഉണ്ട് മാം. പിന്നെ നമ്മൾ അങ്ങനെ ഒരു 10 കാര്യം വരുമ്പോൾ അതിൽ 9 ശരിയായാലും ഒന്നിനെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് ആ ഒരു തെറ്റിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാൻ തയ്യാറാവാറുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ പക്ഷെ നമ്മൾ ആ തെറ്റുകൾ തിരുത്താൻ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കല് നമ്മൾ സ്വയം തിരുത്താനും തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്കൊരു കുഞ്ഞു കഥ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഒരിക്കലും ഒരു പിന്നെ ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കും. അപ്പോൾ കുറച്ച് കുഞ്ഞു പ്രായമുള്ളൂ. ഇങ്ങനെ ഇവന് ചിത്രമൊക്കെ വരച്ചതിന് ശേഷം അവനത് എല്ലാവരും കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ പിന്നെ നാട്ടിലുള്ള ഒരു കവലയിൽ പോയിട്ട് ഈ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ പ്രദർശിപ്പിക്കാൻ വെച്ചതിന് ശേഷം അവൻ അതിനകത്തൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇതിൽ തെറ്റുകൾ ഉണ്ടാവാം, നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം ആയപ്പോൾ അവന് ആ ചിത്രത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്തായിരിക്കും അതിന് വന്ന പ്രതികരണം എന്നറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു സൂചി കുത്താൻ പോലും ഇടയില്ലാതെ അതിൻ്റെ തെറ്റുകൾ ഇങ്ങനെ നിറയെ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ സത്യത്തിൽ ഈ മോന് ഭയങ്കരമായിട്ട് വിഷമമായി. ഈ ഒരു തെറ്റുകളാണല്ലോ ആ ചിത്രത്തിൻ്റെ മേലെ മുഴുവനും തെറ്റുകൾ മാത്രം പറഞ്ഞു വെച്ചേക്കാണ്.
അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി അവൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ പറയുകയുണ്ടായി, ഇനി ഞാൻ ചിത്രം വരയ്ക്കുന്നില്ല, എനിക്കിത് ഇത് കഴിയൂല. അങ്ങനെ നമുക്കൊക്കെ വരുന്ന ഒരു കുഴപ്പമാണ്. നമ്മളൊരു എന്തെങ്കിലും കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ അത് വിചാരിച്ച പോലെ വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയില്ല, മുഴുവൻ സ്റ്റോപ്പ് ചെയ്തു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു പരിപാടിക്ക് ഞാനില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യൂല. അപ്പൊ അങ്ങനെ ഈ കുട്ടിയും പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവന്റെ അമ്മ അവന്റെ അടുത്ത് ചോദിച്ചു, എന്താ ചിത്രം ഒന്നും വരയ്ക്കാത്തേ, ചിത്രം വരയ്ക്കുന്നൊക്കെ നിർത്തിയോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഞാൻ ചിത്രം വരയ്ക്കുന്നില്ല, അത് ചിത്രം തന്നെ കണ്ടില്ലേ, അത് അത്രയും അങ്ങനെ പറഞ്ഞിട്ട് ഇനി ആ പരിപാടിക്ക് തന്നെ ഇല്ല, അമ്മേനെ നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോ അമ്മയ്ക്ക് അറിയാം നല്ല കഴിവുള്ള കുട്ടിയാണ്, തൻ്റെ മകനെ കുറിച്ച് നല്ല ബോധ്യമുള്ള അമ്മയാണ്. അപ്പോ അമ്മ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യ്, ചിത്രം വരയ്ക്കണം, ചിത്രം വരയ്ക്കാൻ നിൽക്കാനൊന്നും പാടില്ല, ചിത്രം വരയ്ക്കുക. മോൻ ആദ്യം നേരത്തെ വരച്ച ചിത്രം തന്നെ വരച്ചിട്ട് നമുക്ക് അവിടെ കവലയെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞു. ഇപ്പോ അവൻ എന്തായാലും മടിച്ചു, ഏതായാലും അമ്മ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചു അവൻ ആ ചിത്രം തന്നെ വരച്ചു. ചിത്രം വരച്ചു. അവന്റെ കൂടെ അന്ന് അമ്മയും പോയിട്ടുണ്ടായിരുന്നു കവലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ മകൻ പോന്നതിന് ശേഷം അമ്മ അതിനകത്ത് എഴുതി വെച്ചൊരു കുറിപ്പ് എന്താന്ന് വെച്ചാൽ, തെറ്റുകൾ ഉണ്ടാവാം, തെറ്റുകൾ കണ്ടതിന് തിരുത്തുക എന്നുള്ളൊരു കുറിപ്പായിരുന്നു അമ്മ എഴുതി വെച്ചത്. അപ്പോൾ വൈകുന്നേരം വന്ന് ആ ഒരു ചിത്രം എടുക്കാൻ നേരത്ത് അവന് ഭയങ്കര സന്തോഷമായി. അവന് ആദ്യം പറഞ്ഞ കാര്യമല്ലാതെ രണ്ടാമത് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ തെറ്റുകൾ എന്താ നോക്കി മനസ്സിലാക്കിയ തിരുത്താൻ പറ്റുന്ന ആളുകൾ അത് തിരുത്തിക്കൊണ്ട് അത് ഏറ്റവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു പിക്ചറാക്കിയിട്ട് അവന് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ പലപ്പോഴും നമ്മൾ എല്ലാവരും വലിയ മിടുക്കരായിരിക്കും. ആ തെറ്റുകൾ എന്താന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവാത്തോടത്തോളം കാലം എന്താവും, ആ തെറ്റുകൾ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ സ്വയം തിരുത്തുക അല്ലെങ്കിൽ തിരുത്തപ്പെടാനൊക്കെ നമ്മളാവുമ്പോൾ ശരിക്കും നമ്മൾ സ്വയം സ്നേഹിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയല്ലോ, മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ എന്താ പറയാ, അവരെ കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് പറ്റും. ഇതിനൊക്കെ നമുക്ക് പറ്റണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ സ്വയം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ആളുകളായി നമ്മൾ മാറണം. പലപ്പോഴും നമുക്കൊക്കെ പറ്റാതെ പോകുന്ന വലിയൊരു കാര്യം അങ്ങനെയാണ്. നമ്മളെ സ്വയം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ അതുപോലെയുള്ള ഏത് വേദന അനുഭവിക്കുന്ന ആളുകളെയും എന്ത് ഒരു സാഹചര്യത്തിൽ വന്ന ആളുകളായാലും എന്താവും, നമുക്കത് തിരിച്ചറിയാനും അവർക്ക് മാറ്റങ്ങൾ കൊടുക്കാനും പറ്റുമെന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സ്വഭാവ വൈകല്യങ്ങൾ നമുക്കുണ്ട്. നമ്മളിൽ വന്ന ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ സ്വഭാവ വൈകല്യം വരാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ഇപ്പോൾ വീട്ടിൽ ഒരു നല്ല അന്തരീക്ഷം അല്ലാത്തൊരു ഫാമിലിയിൽ വളർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മയച്ഛനും എപ്പോഴും വഴക്കിടുന്ന പിന്നെ വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ സ്വഭാവത്തിന് വൈകല്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ ആ കുട്ടി നല്ലതായിട്ടല്ലാതെ വേറെ പല ദുശീലങ്ങളിലേക്കും വഴിമാറാനൊക്കെ ശരിക്കും നമ്മളെ കുടുംബ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എനിക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു അഡോളസന്റ് ഏജിലുള്ള കുട്ടികളൊക്കെ നമ്മളെ ക്ലബിൽ മീറ്റിങ്ങിന് വരുമ്പോൾ പലപ്പോഴും പല കുട്ടികളുടെയും കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ശരിക്കും പലപ്പോഴും പലരും അവരെ നേരിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വളരെ പിന്നെ അവരുടെ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിൽ അവർ നമ്മളെ അടുത്ത് പറയുന്ന രീതിയിൽ അവർ സ്നേഹപരമായിട്ട് അവരോട് ഇടപഴകി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങളോടും നമ്മൾ ഈ പിന്നെ നമ്പർ അടിസ്ഥാനത്തിൽ എണ്ണി അവർ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മൾ അവരെ കുടുംബത്തെ കുറിച്ചറിയുക, ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചറിയുക. അപ്പൊ ആ കുടുംബത്തിൽ നേരിട്ട് ചെന്നുകൊണ്ട് വളരെ പിന്നെ അല്ലെങ്കിൽ ഒന്നും അവർക്കൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഡോളസന്റ് ആയാലും നമ്മളെ കുട്ടികൾ അംഗൻവാടി വരുന്ന ചെറിയ കുഞ്ഞു കുട്ടികളുടെ വരെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റും അടങ്ങിയിരിക്കാത്ത സ്വഭാവങ്ങൾ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും കയറി ഇടപെടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക്
ആ ഒരു കാര്യത്തിൽ തിരിച്ചറിയാൻ പറ്റണം. തിരിച്ചറിയാൻ പറ്റാതെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്തടത്തോളം കാലം നമുക്ക് മറ്റുള്ളവർക്ക് ഒരു സാന്ത്വനമാകാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റാതെ വരും എന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പോൾ നമുക്ക് ഈ ഓരോ സ്നേഹങ്ങളും നമ്മളെ ആ ഒരു സ്നേഹിക്കാനുള്ള ഒരു സമയം, നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം, നമ്മൾ ആരോഗ്യത്തെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എപ്പോഴാണ് ഇനി സമയം കാണുക എന്നുള്ളതായിരിക്കും ഞാനും നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം മുതൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സ്വയം സ്നേഹിക്കാൻ ഒരു സമയമുണ്ടോ, അതിനൊരു കാലമുണ്ടോ, പരിധി ഉണ്ടോ എന്നല്ല. നമ്മൾ എന്ന് മുതൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി, ശ്രീജ ഒരുപാട് മാറിയിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്, എന്താണ് മാറ്റം, എന്താണ് കാര്യം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അറിയാം അവർക്ക് ഞാനൊരു കോഴ്സ് ചെയ്തിരുന്നെന്ന് അവർക്ക് അറിയാം. പക്ഷെ ഒരു കോഴ്സ് ചെയ്തതുകൊണ്ടോ നമ്മളൊരു കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ പെട്ടെന്നൊന്നും നമുക്ക് മാറാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ സാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ വയ്യ. എത്ര ബാച്ച് വന്നു കഴിഞ്ഞാലും അത് മുതലുള്ള കാര്യങ്ങൾ നമ്മളെ കൂടെ കൂട്ടിയിട്ട് ഓരോ ബാച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാറിന് അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ സാറ് വളരുമ്പോൾ നമ്മളും വളരണം എന്നുള്ള ആ ഒരു മൈൻഡായിട്ടാണ് സാർ നമ്മളെ സമീപിക്കുന്നത്. അതോടുകൂടി നമുക്ക് വളരാൻ ഒപ്പം ചേർന്ന് നിൽക്കാൻ അത് പകർത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പകർത്തുന്ന ഒരു കാര്യത്തിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയിപ്പോ ഒരു PSC ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എന്ന് വെച്ചാൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി ടീച്ചർമാർക്ക് സൂപ്പർവൈസർ ടെസ്റ്റ്, അതായത് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് മാറാനുള്ള ഒരു പ്രൊമോഷൻ ടെസ്റ്റാണ്. അത് PSC ആണ് വിളിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ഒരു 10 വർഷമുള്ള ഒരു 8-9 പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിന് തയ്യാറായിരിക്കുകയാണ്. പക്ഷെ മറ്റുള്ളവരൊക്കെ പറയാ അതൊന്നും പറ്റൂല, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, പഠിക്കാൻ കഴിയില്ല, ശ്രീജയ്ക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ശ്രീജയ്ക്ക് എത്രമാത്രം പറ്റുന്ന ശ്രീജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ PSC എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിലൊന്നും അതിനകത്ത് കയറാൻ പറ്റൂല. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പിന്നെ ഉപന്യാസം എഴുതാനോ കുറിച്ച് എഴുതി തീർക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യുന്ന പല ക്വസ്റ്റ്യനായിരിക്കും അതിനകത്ത് വരിക. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ കൂടിയപ്പം പറഞ്ഞു എല്ലാവർക്കും അത് പറ്റും, പറ്റായികയൊന്നുമില്ല, എല്ലാവരും ഒന്ന് ഉഷാറായേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു, കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവർക്കും അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഞങ്ങളത് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ ഈ കുറെ ആളുകൾ എനിക്ക് കമന്റ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീജ മാത്രമല്ല രക്ഷപ്പെടാൻ നോക്കുന്നത്, ശ്രീജ ഞങ്ങളെയും കൂടി രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതി എനിക്ക് കിട്ടിയത് പിന്നെ ശരിക്കും സാറിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരാൻ പറ്റുമ്പോൾ നമ്മളുടെ മാറ്റം ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ കാര്യത്തിൽ അതിനെ നോക്കി കണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടു തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താവും, നമുക്ക് അതിനുള്ള സമയം കാണും. പലപ്പോഴും സമയമില്ല. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് ശ്രീജയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുക എന്നുള്ളതാണ്. സമയം കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് വരും. നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യസമയത്തിന് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ആയിട്ട് വരുമെന്നുള്ളതാണ്. സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ദിവസത്തെ സമയം 24 മണിക്കൂർ എന്നാൽ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ നൽകിയ കാര്യം. പക്ഷെ പലരും ആ ഒരു സമയത്തിന് നേരാവണ്ണം മുൻഗണന കൊടുക്കാതെ, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാതെ വേറെ രീതിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആ സമയത്തെ നമുക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ സമയം ഇങ്ങനെ ബാലൻസ് ആയിട്ട് കിടക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ എന്തോ മറന്നല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്യാൻ വിട്ടല്ലോ എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നും. അപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞാൻ കൃത്യസമയത്തിന് അത് ചെയ്തപ്പം എനിക്ക് സമയം ബാലൻസ് വന്നതാണ് എന്നുള്ളത്. ആ ഒരു പിന്നെ ഇപ്പോൾ നേരത്തെ ഒരു ഉദാഹരണം എന്താന്ന് വെച്ചാല്, വീട്ടിലെ മോളുണ്ട്, മരുമകളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എനിക്ക് വലിയൊരു ഡ്യൂട്ടി ഒന്നും കിച്ചണിലില്ലാന്നില്ല, ചെയ്യുന്നതൊക്കെ അവരാ. കിച്ചണിന്റെ ഡ്യൂട്ടി മുഴുവൻ ചെയ്യുന്നത് മോളും മരുമകളൊക്കെയാണ്. ഞാനിങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ മുറ്റടിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മരുമകൾ പ്രസവത്തിന് പോയി,
മോളിപ്പം BEd കിട്ടി, അവളും പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ദൈവം ഇനി മൊത്തം പണി ഞാൻ ചെയ്യണല്ലോ, എങ്ങനെ ഇതിനൊക്കെ സമയം ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. അപ്പോൾ കാരണം അടുക്കള പണി എന്താന്ന് വെച്ചാൽ പലപ്പോഴും മറന്നു പോകുക അതിലേക്ക് വരാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യും, എല്ലാ പണി മുഴുവനും ഞാൻ ചെയ്യണം, അംഗനവാടിത്തെയും ചെയ്യണം, ഇവിടുത്തെയും ചെയ്യണം. പക്ഷെ അതിന് കൃത്യസമയം, ഇപ്പം ഞാൻ നേരത്തെ ഉണരണം. ഓരോ സമയത്തിന് എനിക്ക് 9:30 ആകുമ്പോഴത്തേന് സെൻറ്ററിൽ എത്തണം. അപ്പം അതിനുള്ള പണികൾ, രാവിലത്തെ ചായ, വീട്ടിൽ കൊണ്ടുപോകാനുള്ള ചോറ്, വൈകിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത്ര വലിയ സൗകര്യത്തിലൊന്നും നിൽക്കുന്ന ആളും അല്ല, നമുക്ക് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം അതിനകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ നേരത്തെ എണീക്കുന്ന കൂട്ടത്തില്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ മറ്റു കാര്യങ്ങളിലേക്കാണ് ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും, പതുക്കെ അടുക്കളയ്ക്ക് വരാത്ത ആളുകളൊക്കെ ഞാൻ സഹായത്തിന് വിളിക്കാൻ തുടങ്ങി. മക്കളൊക്കെ, എൻ്റെ ആൺകുട്ടികളൊക്കെ വന്ന് ഓരോ കാര്യം സഹായിക്കും. ചില കാര്യങ്ങൾ അങ്ങനെ അവർക്ക് വിധിച്ചു കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാനും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനും ഇല്ല, ഇപ്പൊ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും എൻ്റെ ഈ ഒരു സമയം വരെയുള്ള എൻ്റെ പണികളൊക്കെ തീർത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്നത്. അപ്പൊ നമുക്കത് പറ്റുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നെ പഠിച്ചു, എൻ്റെ കാര്യങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് എനിക്കിത് ചെയ്യണം, അത് ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ എന്നെ പഠിച്ചു വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിനൊരു കറക്റ്റ് സമയം കിട്ടി, കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മളോടുള്ള ഒരു കരുണ, അല്ലെ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഈ ഒരു കരുണ എന്നുള്ള കാര്യം, നമ്മളോട് ഇങ്ങനെ കരുണ കാണിക്കുക, അല്ലെ? പിന്നെ ചില സമയമൊക്കെ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാണ് ശ്രീജ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ഏറ്റവും കൂടുതലുള്ള വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതാ. പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ഉടനടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു അഡോളസെന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എൻ്റെ മകളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൗൺസിലർ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ, ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞപ്പോ അവൾ എണീറ്റ് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടും പറയാ, പിന്നെ അവരിൽ കണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ കാര്യങ്ങളും പറയാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മ തന്നെയാണ്, എല്ലാ കാര്യത്തിനും എൻ്റെ അമ്മയാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു സ്വഭാവ ദൂഷ്യായിട്ട് കണ്ടത്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ട്. സത്യത്തിൽ ആ പറഞ്ഞ സമയത്ത് ഇവിടെ എല്ലാവരും ഇടയൊന്നും പറഞ്ഞതല്ലേ, അപ്പൊ എനിക്ക് ചെറിയൊരു ഇതൊക്കെ തോന്നി. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചു, ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു, ശരിയാണ്, എൻ്റെ മോള് പറഞ്ഞത് ശരിയാണോ? കറക്റ്റ് ശരിയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന നല്ലൊരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനെ നോക്കി കണ്ടപ്പോൾ സത്യമായിട്ടും ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, നമുക്ക് ഒരിക്കലും ദേഷ്യത്തെ മുഴുവനായിട്ട് മാറ്റാൻ കഴിയില്ല, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ശബ്ദം വരുന്നതൊക്കെ, വീട്ടിൽ ശബ്ദം പുറത്ത് വരുന്നത്, ഏറ്റവും ഉച്ചത്തിൽ വരുന്ന ശബ്ദമൊക്കെ എൻ്റെ ആയിരുന്നു. ആ ഒരു കാര്യമൊക്കെ മാറി. അതൊക്കെ മാറാൻ തുടങ്ങിയത് തന്നെ ഞാൻ എന്നെ തിരുത്താനും എൻ്റെ കാര്യങ്ങൾ എന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് എന്നെ സ്നേഹിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ ചിലപ്പോൾ ഒരു സമയം കൊണ്ട് ഇതാവും. കാരണം നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ എല്ലാവരും ഉണ്ടാകും. അവസാനം ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ തന്നെ ഇങ്ങനെ തരണം ചെയ്ത് വരണം. അപ്പോൾ മാത്രമാണ് നമ്മളെ ഹെൽത്ത് പരമായിട്ടും മെന്റൽ പരമായിട്ടൊക്കെ നമ്മൾ ആരോഗ്യപരമായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് വരുത്താൻ പറ്റി. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ, ഭൂമിയിൽ ആരും പൂർണ്ണരല്ല. മറ്റൊരാളെ തിരുത്തുക അല്ലെങ്കിൽ മറ്റൊരാളെ മാറ്റുക എന്നുള്ളത് ഒരാളുടെ പണിയല്ല. എന്നെ തിരുത്താൻ, ശ്രീജ എന്ന വ്യക്തിയെ തിരുത്താനും അവിടെ പ്രശ്നങ്ങൾ കണ്ട് ചെയ്യാനും ഒക്കെ ശ്രീജയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ഭൂമിയിൽ ഒരു പുൽക്കൊടിനെ പോലും മാറ്റാൻ വേറൊരാൾക്ക് പറ്റൂല എന്നുള്ളത് വലിയൊരു സത്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പിന്നെ ആത്മീയ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിനും നമുക്ക് അങ്ങനെ ഒരു ചിന്തയും വരേണ്ടതുണ്ട്. പലപ്പോഴും മുന്നേ ഉണ്ടായിരുന്ന കുറെ
പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ ദൈവത്തിനെ പഴിചാരിയിട്ടുണ്ട്. എന്തായിരിക്കും ദൈവം എന്നെ ഇങ്ങനെ ആക്കി വെച്ചത്, എപ്പോഴും എനിക്ക് കണ്ണീര് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഞാൻ വെല്ലുവിളിക്കും, ദൈവത്തിനെ വെല്ലുവിളിക്കാറുണ്ട്, പഴിചാരാറുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെല്ലാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പം അതിനകത്ത് പറയണ്ടായി എങ്ങനെയാണ് ദൈവം മനസ്സിൽ കൂടിയിരിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, നമ്മളെ മനസ്സിൽ ദൈവം കൂടിയിരിക്കണല്ലോ, അതെങ്ങനെ? രണ്ടാമത് അദ്ദേഹം പറയണ്ടായി, നമ്മളെ മനസ്സിനകത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും നമ്മൾ പുറത്ത് കളയണം എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, എന്ത് മാലിന്യം നമ്മളെ മനസ്സിനകത്ത് നമ്മളെ ശരീരത്തിലുള്ളത്? ഞാൻ ആലോചിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഹങ്കാരം, ദേഷ്യം, വാശി, അങ്ങനെയുള്ള എല്ലാ മറ്റ് മാലിന്യങ്ങളും നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാത്തിടത്തോളം കാലം നമ്മളെ മനസ്സിനകത്ത് ദൈവം കൂടി ഇരിക്കൂല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഏത് സമയത്ത് ഞാൻ അഹങ്കാരിയായത്? ഏത് സമയത്താണ് എനിക്കിതൊക്കെ ഉണ്ടായത്? അഹങ്കാരം എനിക്കോ? അപ്പൊ ചിന്തിച്ചു, എങ്ങനെയൊക്കെയാണ് അഹങ്കാരികളായത് സന്ദർഭം ഓർത്തെടുക്കാൻ അദ്ദേഹം പറയണ്ടായി. ഇപ്പൊ ഞാനും എൻ്റെ സന്ദർഭം ഓർത്തെടുത്തപ്പം ഞാൻ അഹങ്കാരിയൊക്കെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓരോന്ന് എൻ്റെ പിന്നെ മനസ്സിനകത്തു നിന്നുള്ള ഇത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ ഒരു പ്രത്യേക എനർജി, ശരീരത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു ഭാരം ഇറങ്ങിപ്പോയ ഒരവസ്ഥ. നമുക്ക് ദൈവം നമ്മൾ പലയിടത്തും പെടുമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതിനെ മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നുന്ന ഈ ഒരു നിമിഷം വരെ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം വരെ പറ്റൂല എന്ന് തോന്നുമ്പോൾ ശരിക്കും പറ്റുമെന്ന് കാണിച്ചു തന്ന ദൈവം നമ്മളെ മുന്നിൽ പല രൂപത്തിൽ, ദൈവത്തിന്റെ രൂപത്തിൽ പലരും നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മള് ഇതിൽ വേറൊന്നുമില്ല, വേറൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്, അത് കണ്ടെത്തണം. ഈ ഒരു നിമിഷം മുതൽ നമ്മളത് കണ്ടെത്തിയേ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഓരോ കാര്യത്തിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന കുറച്ച് പ്രാക്ടീസ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ഒന്ന്, നമ്മൾ ആലോചിക്കുക, ഇന്നത്തെ ദിവസം നമ്മൾ ബെറ്റർ ആയിട്ട് എന്താ ചെയ്തത്? ആലോചിക്കണം. ഇന്നത്തെ ഓരോ ദിവസം നമ്മളടുത്ത് പറയുന്നുണ്ടല്ലോ, നമ്മൾ രാവിലെ മുതൽ കിടക്കും വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കിടക്കുമ്പോൾ നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യണം. ഇന്ന് രാവിലെ ഞാൻ എന്താ ചെയ്തത്? രാവിലെ എണീറ്റു, നമ്മളെ വീട്ടിൽ പണിയെടുത്തു, അംഗൻവാടി പോയി, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്നയാളെ കണ്ടു എന്നൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യം. പക്ഷെ അതിനകത്ത് ഒരു ദിവസം അതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്, ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ബുദ്ധിമുട്ടിയത്, എന്തിനായിരിക്കും ഞാൻ ബുദ്ധിമുട്ടിയത്, ആ ബുദ്ധിമുട്ട് എന്താണെന്ന് എഴുതി വെക്കാം. അപ്പോൾ ബുദ്ധിമുട്ട് എഴുതി വെക്കാൻ വേണം. അത് മറികടക്കാൻ, അതാണ് പറഞ്ഞത്, അത് മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മളെ ബുദ്ധിമുട്ടുകളെ മറികടക്കുക. ബുദ്ധിമുട്ടുകൾ എന്താണ് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ മറികടക്കാൻ പറ്റുള്ളൂ. മറികടക്കാൻ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, ആ ബുദ്ധിമുട്ടിലെ എടുത്തുകൂടി നമ്മൾ മറികടക്കാൻ ശ്രമിക്കണമെന്നാണ്. നമ്മളെ കുറിച്ച് ഇന്ന് എന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ, എന്നോടൊപ്പം നിങ്ങൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വലിയൊരു ചോദ്യമാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും പിന്നീട് നമുക്ക് വരുന്ന ഒരു നല്ല നല്ല റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ മെച്ചപ്പെടുത്തും, എനിക്ക് എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക? അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങൾ ഇന്ന്, അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുള്ളായ, നമ്മൾ ബെറ്ററായ കാര്യം പറഞ്ഞു, ഗ്രേറ്റ്ഫുള്ളായ കാര്യങ്ങളും നമ്മൾ ഇന്ന് എന്താണെന്നുള്ളത് ആലോചിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവയിൽ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ബലഹീനത എന്താണ് മനസ്സിലാക്കണം, ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മളെ വികാരങ്ങൾ അടങ്ങിയതാണ്, എല്ലാ വികാരങ്ങളും ഉള്ളതാണ് മനുഷ്യർ അല്ലേ?
പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ചിരിക്കുക. നമ്മളെപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ ചിരിക്കാനാണ്. ഞാനൊക്കെ ചിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എന്താണ് ചിരിച്ചിട്ടുള്ള കാര്യം, എങ്ങനെയാണ് മുഖത്ത് അത് കൊണ്ടുവരിക എന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോ അതിനൊരു ഒരു ദിവസത്തെ സെക്ഷൻ ചെയ്ത സമയത്ത്, സെക്ഷനൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്തു. ഇനിയിപ്പോ ഇതിൽ ചിരിച്ചെടുത്ത് എനിക്കറിയില്ല. സെക്ഷനൊക്കെ നന്നായിട്ട് ഞാൻ ചെയ്തു. പക്ഷെ കമന്റ് വന്നു, ഒന്ന് ചിരിക്കാമായിരുന്നു ആ ക്ലാസ് എടുത്തപ്പോൾ, നന്നായിട്ട് ക്ലാസ് ചെയ്തു, ഒന്ന് ചിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോ ഓണാക്കി നോക്കിയപ്പം സത്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ടൊന്നല്ലോ, ഞാൻ കാര്യം പറയുന്നത് നമ്മള് സാധാരണ രീതിയിലുള്ള, പക്ഷെ എൻ്റെ മുഖത്ത് വരുന്ന ഭാവം എന്ന് വെച്ചാൽ ചിരിയൊന്നല്ല, ഭയങ്കര സീരിയസ് ഭാവമാണ് വരുന്നത്. അപ്പോ അത് ചൂണ്ടിക്കാണിച്ചതോടുകൂടി ഞാൻ ചിരിക്കാൻ പഠിച്ചിരുന്നു. കാരണം ഞാൻ എന്നും രാവിലെ എൻ്റെ അംഗൻവാടി പോകുന്ന സമയത്ത് തൊട്ടടുത്തൊരു പോകുന്ന വഴിയിൽ ഒരു കടക്കാരുണ്ട്. അദ്ദേഹം എന്നും എന്തിനോട് ചിരിക്കുമ്പോൾ ഹായ് പറയും. പക്ഷെ ഞാൻ അയാളെ മൈൻഡ് ചെയ്യാതെ വണ്ടി ഓടിച്ചങ്ങോട്ട് പോകും. അതിന്റെ മനസ്സിൽ പറയും, ഇയാൾക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ ചിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത് നമ്മളെ നാട്ടിലുള്ള ആളൊന്നുമല്ല, വേറെ സ്ഥലത്തു നിന്ന് വന്ന് ഒരു കട അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ കടയിൽ കയറിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചർ എന്തേ ടീച്ചറെ മോൻ്റെ കല്യാണം എൻ്റെ അടുത്ത് പറയാതിരുന്നേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ കല്യാണം പറഞ്ഞിട്ടില്ലേ, ഞാൻ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടാവുന്ന കരുതിയേക്കാണെന്ന്. അപ്പോ സത്യത്തില് ഞാൻ വിചാരിച്ച ആളെന്നല്ല, അദ്ദേഹം ശരിക്കും നമ്മളെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചിരിച്ചത്. ഞാനാണ് അയാളെ മനസ്സിലാക്കാതെ പോയത്. ഇപ്പോ എന്നു രാവിലെ ആ ഒരു ഹായും ഒരു ചിരിയും കൊടുത്തിട്ടാണ്. കാരണം ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ആക്കും, ഒന്ന് ഹായ് പറയും. അതുപോലെ തന്നെ കൈ കൊണ്ട് ഒന്ന് വണ്ടി വിടുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു കൈ കൊണ്ട് ഒന്ന് ഹായ് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചു കൊടുത്തിട്ട്, അത് രാവിലെയും വൈകിട്ട് എനിക്ക് കിട്ടും. സത്യത്തിലെ വലിയൊരു എനർജിയാണ്. ഞാൻ ആ ചിരിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു എനർജി ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിരിക്കുക, നമ്മൾ ചിരിക്കുക, ഒന്ന് ചിരിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ നമ്മൾ നന്ദിയുള്ളവരാവുക. എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. നമുക്കൊരു സാധനം കൈ കിട്ടുമ്പോൾ മാത്രമല്ല, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല നമ്മൾ നന്ദിയുള്ളവരാവുന്നത്, നമ്മളെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ നന്ദിയുള്ളവരാവണം എന്നുള്ളതാണ്. കാരണം ഒരു കാര്യങ്ങളില്ലെങ്കിലും സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ദൈവത്തെ ഓർക്കാതെ പോകുമ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തത്. നമുക്ക് സന്തോഷം മാത്രം വരുമ്പോൾ അല്ല നമ്മൾ ദൈവത്തെ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തന്ന ഏതൊരാളെയും ഓർക്കേണ്ടതും, പിന്നെ ആ ഒരു അല്ലാത്ത സമയങ്ങൾ ഇന്ന കാര്യം കൊണ്ട് ദുഃഖം വരുമ്പോഴും നമ്മൾ ശരിക്കും ആ ആളോട് നന്ദിയുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു സമയം കൊണ്ട് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ചാല്, ഇനി നമുക്ക് ഈ കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെ എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ പറയുന്നുള്ളതാണ് ഈ ഒരു മുൻവിധി ഇല്ലാത്ത നിമിഷത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. ശരിക്കും ഒരു മുൻവിധിയോടുകൂടെ അല്ലാതെ നമ്മൾ ഈ ഒരു പ്രസന്റിൽ, ഈ ഒരു സമയം, ഒരു നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസത്തെ കഴിഞ്ഞു പോയതും വരാനുള്ളതും അല്ല ചിന്തിക്കേണ്ടത്, ഈ ഒരു സമയത്തെ മാത്രമാണ്. ഈ 24 മണിക്കൂറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ മാറാൻ പറ്റും എന്ന് ഓരോ ദിവസവും ചിന്തിച്ച് നമ്മൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അടുക്കി വെക്കുന്നതാണ് ശരിക്കും നമ്മുടെ വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്നാണ്. ടു ലവ് യുവർ സെൽഫ് ഈസ് ദി ബിഗിനിങ് ഓഫ് ദി ലൈഫ് ലോങ് റൊമാൻസ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോ ആ ഒരു കാര്യം, അപ്പൊ അത്രയും ശുദ്ധമായിട്ട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഞാന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി കഥകളൊക്കെ നീട്ടി പറയാനുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ക്ലാസ്സും കൂടി ഉണ്ട്. ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടൊരു ക്ലാസ് ആണ്. അപ്പോൾ അത് ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ട് ആവും. അപ്പൊ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു നിമിഷം മുതൽ നമുക്ക് സ്വയം സ്നേഹിക്കാം. മറ്റുള്ളവരെ പോയി സ്നേഹിക്കാം, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ സ്നേഹിക്കപ്പെടാം. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന, ഇനിയും ഓർമ്മപ്പെടുത്തേണ്ട കാര്യം, നമ്മൾ സ്വയം സ്നേഹിക്കാൻ നമ്മൾ ഈ ഒരു നിമിഷം മുതൽ തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ സ്വയം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തിരുത്താനും
നമ്മളിലെ നല്ല നല്ല കാര്യങ്ങളിന് നമുക്ക് സമയം കിട്ടാനും എന്താവാനാണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നല്ല രീതിയിലായിക്കൊണ്ട് നല്ലത് മാത്രം. അപ്പോൾ പലപ്പോഴും പറയുന്നു നല്ലത് പറയിപ്പിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നാ ചീത്ത എന്നുള്ള വാക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മതി, അത് പെട്ടെന്ന് ഇന്ന സമയം കൊണ്ട് ഇന്ന ഒരാൾ ചീത്ത എന്ന് പറയാൻ ഒരു പ്രയാസമില്ല. പക്ഷെ നമുക്ക് നല്ലത് എന്ന് പറയാനും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യാൻ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. കുറെ കാര്യങ്ങൾ നമ്മൾ പിന്നെ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു സമയത്തിൽ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും നമ്മളെല്ലാവരും ഇന്നു മുതൽ സ്വയം സ്നേഹിക്കുന്നവരാവട്ടെ. ജീവിതത്തിലെ അവസാനം വരെ നമുക്ക് സ്വയം സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മളെ വളർത്തി വലുതാക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേട്ട എല്ലാവർക്കും പ്രത്യേക താങ്ക്സ്. അതുപോലെ തന്നെ എനിക്കിതിന് അവസരം ഒരുക്കി തന്ന വിംബിൾ അക്കാദമിയുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാറിനും കേട്ട എല്ലാവർക്കും പ്രത്യേക നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് വിട വാങ്ങാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ശ്രീജ മാം. ഭയങ്കര സന്തോഷം. ഇവിടെ സെൽഫ് ലവ് കുറിച്ച് പറഞ്ഞപ്പോൾ മാമിന്റെ ജീവിതത്തിന്റെ ഒരുപാട് തലങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. എങ്ങനെ നമ്മളെ സ്നേഹിക്കണം, എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നത് സ്വന്തം ജീവിതത്തെ കാണിച്ചുകൊണ്ട്, അല്ലെ, ഒരു ജീവിതത്തെ ശരിക്കും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് മാം ഇവിടെ പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് നമ്മൾ മാറണം, അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നതിനെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തന്നു. നമ്മൾ ഈ സ്വാർത്ഥത എന്ന് പറയും. ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാറുള്ള ഒരു പദമുണ്ട്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം അർത്ഥം അല്ലെങ്കിൽ സ്വന്തം താല്പര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അങ്ങനെയല്ലേ? നിങ്ങളൊക്കെ അവിടെ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. അപ്പോ ഈ സ്വാർത്ഥത നമ്മളൊരു വിപരീത തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു ഡെവലപ്മെന്റ്, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ ഒരു വികസനം, നമ്മുടെ ഒരു പരിപോഷണം, ഇതിന് ചില സന്ദർഭങ്ങളിലും നമുക്കൊരു സ്വാർത്ഥത ഉണ്ടാവണം. നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു മാറ്റത്തിന്, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാറ്റം എന്ന് പറയുന്നത് ഇവ നേരത്തെ പറഞ്ഞ അതിനെ ഒരു വിപരീത തലം വരുന്നില്ല. ഇപ്പൊ അതായത് ഞാൻ മാറുന്നു, അതല്ലെങ്കിൽ ഞാൻ വളരുന്നു എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും അത് ഗുണകരമാണ്, അല്ലെ? ഞാൻ തളരുന്നു എന്നത് എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും ഒരു ബാധ്യതയാണ്. അപ്പോ നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് ശരിക്ക് നമ്മൾ ഓരോരുത്തരും ഒരു വേള നമ്മൾ ഉപയോഗിക്കുന്ന സ്വാർത്ഥത എന്നുള്ള ഒരു വിപരീത തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ ചിലപ്പോ ചില സന്ദർഭങ്ങളിലും നമുക്കത് പ്രയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളെ ഡെവലപ്പ് ചെയ്തു മുന്നോട്ട് കൊണ്ടുവരുന്നിടത്ത് നമുക്ക് നല്ല സാഹചര്യങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ വളരും തോറും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് രൂപപ്പെടുന്നു. എവിടെയും നമുക്ക് പോകാനും വരാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള വലിയ തലങ്ങളിലേക്ക് നമ്മൾ മാറുന്നു. നേരത്തെ ഇവിടെ മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്മളുടെ പഴയ ആളുകളൊക്കെ കാണുന്ന സമയത്ത് നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചില സന്ദർഭങ്ങളിൽ പറയും. അത് ചിലപ്പോൾ നമ്മളുടെ മുഖം കാണുമ്പോൾ നീ പഴയ പോലെ തന്നെയാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോ ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലരെ കാണുന്നത് നീ ആകെ മാറിപ്പോയല്ലോ. അപ്പൊ ഈ മാറ്റം പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സൗന്ദര്യത്തിലല്ല, മറിച്ച് പേഴ്സണാലിറ്റിയിൽ, സംസാരത്തിൽ. ചിലപ്പോൾ നമ്മൾ ഒപ്പം പഠിച്ചിരുന്ന കാലത്ത് അധികം സംസാരിക്കാത്ത ഒരാൾ പിന്നീട് ഒരു ട്രെയിനർ ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അവരിൽ ഉണ്ടാകുന്ന ഒരു ആശ്ചര്യം, അല്ലെ? ഇതെങ്ങനെയാ സംഭവിച്ചത്, ഇതിന് യാതൊരു സാധ്യതയില്ലല്ലോ എന്നൊക്കെയുള്ള ചില ആശ്ചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ റീൽസ് ആക്കി വരുന്ന സമയത്ത് ചിലപ്പോ വീട്ടിലിരുന്നിട്ട് കാണുന്ന സമയത്ത് ഇവൻ എൻ്റെ കൂടെ പഠിച്ച് അന്നും മിണ്ടാതെ ഒരു ബെഞ്ചിന്റെ മൂലയിൽ ഇരുന്നതാണ് എന്നൊക്കെയുള്ള രൂപത്തിലൊക്കെ
പറയുമ്പോൾ ഇതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റത്തിന് തിരികൊളുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയണം. നമുക്ക് നമ്മളെ തന്നെ നമുക്ക് ഒന്ന് നോക്കാൻ പറ്റണം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെയും ഇഷ്ടപ്പെടാം? വേറെ ആരെങ്കിലും എനിക്ക് ഇഷ്ടാവോ? അല്ലേ? അപ്പൊ അതാണ് ശരിക്കും അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിവിടെ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു, അതിന് സാധിച്ചു. താങ്ക് യു ശ്രീജ മാം, വളരെ സന്തോഷം. അപ്പോ എന്തെങ്കിലും നമ്മുടെ ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ശ്രീജ മാം. ഹായ്. ഹായ് മാം, സെഷൻ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നേ. നല്ലായിരുന്നു. ബിക്കോസ് യു ടോക്ട് ഫ്രം യുവർ എക്സ്പീരിയൻസ്. കൂടുതലും അത് തന്നെയായിരുന്നല്ലോ. ആ ഒരു ഫീലിങ്ങോടുകൂടി പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എങ്ങനെ സ്വയം സ്നേഹിക്കാം എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം തന്നെയാണല്ലോ. നമ്മളെ തന്നെ കുറെ ജഡ്ജ് ചെയ്യും. അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ഇത് ചെയ്യണ്ടായിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ രാത്രി സെൽഫ് ജഡ്ജിങ്ങും സെൽഫ് ക്രിറ്റിസിസവും ആണ്. അപ്പൊ തന്നെ നമുക്ക് നമ്മളോടുള്ള സ്നേഹം പോകും. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ പിന്നെയും ബാറ്ററി റീചാർജ് ചെയ്ത് പിന്നെയും നന്നാവാൻ തീരുമാനിക്കും. അപ്പോഴത്തേക്കും നമ്മളല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് റീഇൻറ്റർപ്രറ്റ് ചെയ്യും. അതോടുകൂടി നമ്മൾ പിന്നെയും ഡൗൺ ആവും. സെറ്റിംഗ് ബൗണ്ടറീസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അതിർത്തി നിശ്ചയിക്കുക എന്ന് പറയുന്നത്, ഓരോരുത്തരെ എവിടെ നിർത്തണം എന്നുള്ളത്, എന്ത് പറയണം എന്നുള്ളതിന്റെ അതിർത്തി. പിന്നെ അതുപോലെ തന്നെ സെയിങ് യെസ് ഓർ നോ. നമ്മൾ വേണം വേണ്ട എന്ന് പറയാൻ പറ്റണം. നമ്മൾ ഫുൾ സാക്രിഫൈസ് ചെയ്ത് സമയമില്ലാത്ത സമയം കണ്ടെത്തി ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ട് അതിനൊരു കോംപ്ലിമെന്റ് കിട്ടുന്നില്ല, പിന്നെ നമ്മൾ സങ്കടപ്പെടുന്നു. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന സ്പേസിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോഴും യെസ് ഓർ നോ എന്താന്ന് പലർക്കും അറിയില്ല. എന്താണ് ഈ യെസ് ഓർ നോ പറയണ്ടേന്ന്, ഏത് രീതിയിൽ പറയണം എന്നുള്ളത്. അത് ശരിക്കും ഒരു സെഷനായിട്ട് തന്നെ വരേണ്ട ഒരു കാര്യമാണ് ശരിക്കും. അതെ, പിന്നെ മാം പറഞ്ഞൊരു സെന്റൻസ്, അതെ മാം ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് ഡീൽ ചെയ്ത ഒരു സെന്റൻസ് ഉണ്ട്, വി ഷുഡ് ഡിസൈഡ് ടു ചേഞ്ച് എന്നുള്ളത്. അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ബിക്കോസ് എന്തൊക്കെ സിറ്റുവേഷൻസും ആംബിയൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ സ്വയം തന്നെ തീരുമാനിക്കണം, യെസ് ഐ എം ഗോയിങ് ടു മേക്ക് എ ചേഞ്ച് ഇൻ മൈ സെൽഫ് എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ മാം പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ എതിർക്കുന്നു. ഏതാണെന്നറിയോ? നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. മാമിന് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയില്ല, ബട്ട് ദേ ആർ ദ മോസ്റ്റ് ചെറിഷ്ഡ് ടീച്ചേഴ്സ്. കാരണം പിള്ളേരെ ആദ്യം അക്ഷരം എഴുതിപ്പിച്ച് തുടങ്ങുന്നത് അവരാണ്. എങ്ങനെ സൊസൈറ്റി അവരെ നോക്കി കാണുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ അംഗൻവാടി ടീച്ചറിനെ നോക്കി കാണുന്നതിന് ഒരു പ്രൂഫ്, അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഓഫ് ആക്കിയിട്ട് എണീറ്റ് പോയത്. ക്യാൻ യു സീ ദിസ് ഫോട്ടോ? എന്റെ അംഗൻവാടി ടീച്ചറായിരുന്നു. ഉഷ എന്നാണ് മിസ്സിന്റെ പേര്, മാമിന്റെ പേര്. ഉഷ എന്നാണ് ആ ടീച്ചറിന്റെ പേര്, ഉഷ ടീച്ചർ. കുറെ പിള്ളേരുണ്ടായിരുന്ന അംഗൻവാടിയാണ്. എന്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രയ്ക്കോ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പക്ഷെ എന്റെ ഫേവറേറ്റ് ടീച്ചറാണിത്. ഈ ടീച്ചർ എവിടെയാണെന്ന് എനിക്കിപ്പോ അറിയില്ല കേട്ടോ. പ്രാവശ്യം ഞാൻ വീട്ടിലൊക്കെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന, ഒരു സ്ഥലം മാറിപ്പോയി. എത്ര വർഷമായി. ഇതുപോലെ മാമിനെയും പല കുട്ടികളും ഓർക്കുണ്ടാവും, പല പാരന്റ്സും ഓർക്കുണ്ടാവും കേട്ടോ. അതാ കണ്ടോ, ഞാൻ ആദ്യം പഠിപ്പിച്ച എന്റെ കുട്ടികളാ, ഇരട്ട കുട്ടികളാ. സ്വാതന്ത്ര്യദിനത്തിനാണ് അവരുടെ പിന്നെ പിറന്നാള് വരുന്നത്. രണ്ടുപേരുണ്ട്. അപ്പോ ഇവര് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും അംഗൻവാടി ഏതൊരു സമയത്തും വരും എന്നുള്ളതാ. അപ്പം കഴിഞ്ഞ ദിവസം വന്ന്, ഇപ്പൊ ഇയാളെ കല്യാണം കഴിഞ്ഞു, പക്ഷെ ആള് അന്ന് തന്നെ വന്നു, നമുക്ക് മിഠായി കൊണ്ടുവന്നു. മറ്റേ ആള് പ്രവാസ ലോകത്താണ്. അപ്പൊ ഉണ്ട്, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മാം നമ്മളെ നോക്കി കാണുന്ന രീതി. ഇപ്പൊ മാം ഒരു ടീച്ചറിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു, അംഗൻവാടി ടീച്ചറിന്റെ ആ ഒരു ഫീലിങ്ങോടുകൂടി. ഞാൻ പ്യുവർ ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറഞ്ഞത്. ബിക്കോസ് എനിക്ക് ആ ടീച്ചർ അത്രയും മെയ്ഡ് മീ ഫീൽ സോ ഗുഡ് അല്ലേ. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ സമ്മാനം വാങ്ങിക്കുന്ന ആ ടീച്ചർ എന്നെ കൈപിടിച്ച് വാങ്ങിപ്പിക്കുന്നു. സോ ദേ ആർ വെരി പ്രഷ്യസ് കേട്ടോ. ഭയങ്കര, യു ആർ സോ ലക്കി. ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, ഇത്ര ഭംഗിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, ദാറ്റ് യു ആർ റിയലി വർത്ത് എ പേഴ്സൺ. താങ്ക് യു. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തത് എന്നുള്ളതാണ്, നമുക്ക് പറ്റും എന്നുള്ളത് ചെയ്ത് കാണിക്കുന്നത്. ആൻഡ് ദി ബാക്ക് ബോൺ ബിഹൈൻഡ് ഫൈസൽ സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത്
എല്ലാരെയും ആ ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് എത്തിക്കുന്നതിന്. അത് താങ്ക് യു. അതെന്താന്ന് വെച്ചാൽ അത് എന്നും നിലനിൽക്കാൻ ദൈവം അത് സഹായിക്കട്ടെ. ഞാൻ ഓരോ നിമിഷം എന്റെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. എങ്ങനെയാണ് അത് നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് സത്യമായിട്ട് സാറെ കുറിച്ച്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിച്ച് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. അഭിപ്രായങ്ങൾ പറയാം. ഓഡിയൻസ്. ഓക്കെ ശ്രീജ മാം, നല്ല ക്ലാസ് ആണ്. നല്ല ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാസ് ആണ്. കാരണം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്നാലും നമ്മൾ അതിൽ നിന്നെല്ലാം പലതും നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളായാലും നമ്മൾ എന്തെങ്കിലും ഇപ്പൊ മാം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവര് നമ്മൾ ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടാതെ നമ്മളെ ബാക്കിൽ നിന്നുകൊണ്ട് നമ്മളെ വെല്ലുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ മാം പറഞ്ഞല്ലോ, അപ്പൊ മാം മാത്രല്ല പിന്നെ എക്സാം എഴുതാൻ പോകുന്നത് മറ്റുള്ളവരെയും കൂടി പ്രേരിപ്പിച്ചു എന്ന്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ പോലും അവളൊരു വലിയ ആള് എന്നുള്ള രൂപത്തിൽ നമ്മളെ ബാക്കിൽ നിന്ന് ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളതൊന്നും വക വെക്കാതാണല്ലോ. അപ്പൊ മാം അതൊന്നും ഉൾക്കൊള്ളാതെ മാം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരും കൂടി രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ മാം കൊടുക്കുന്നത്. പക്ഷെ അത് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ, നമ്മൾ നമ്മളെ കാര്യം മറ്റുള്ളവരും കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. ഏറ്റവും നല്ലൊരു ഇതാണ്, നല്ല ക്ലാസ് ആണ്. പലർക്കും അറിയാത്ത സംഭവങ്ങൾ തന്നെയാണ് അത്. അപ്പൊ നമ്മള് ഇപ്പൊ മാമിനോട് പറയാനുള്ളത്, ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ ആ രൂപത്തിലുള്ള ഒരു ക്ലാസ്സും കൂടെ ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ, ആ മാം പറഞ്ഞല്ലോ ഇന്ന ക്ലാസ്സും കൂടെ കൊടുക്കണം എന്നുള്ളത്, അതും കൂടെ കൊടുക്കുകയാണെങ്കിൽ ബെറ്ററായി. പിന്നെ നമുക്ക് നമ്മളെ ഫൈസൽ സാറ് കൂടെ ഉണ്ടല്ലോ, എന്തിനും ഏതിനും ഒപ്പം നിന്നുകൊണ്ട്, കട്ടക്ക് നിന്നുകൊണ്ട് ഫൈസൽ സാറ് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം, തെറ്റുള്ളതും പറയാം, എല്ലാം പറയാലോ, ഒക്കെ തിരുത്തി തരേണ്ട ആളുണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട്. അപ്പോ എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. വെറുതെ പറയല്ല, നന്നായി പറയുന്നേന്. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു കഴിവുണ്ടാക്കി തന്നത് നമ്മളെ ഫൈസൽ സാർ തന്നെയാണ്. ഞാൻ ഏതൊരു ക്ലാസ് എവിടെ പോയി എടുക്കുകയാണെങ്കിലും എന്റെ ഫൈസൽ സാറിന്റെ കാര്യം ഞാൻ പറയാറുണ്ട്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് കാരണം ഞാനൊരു ഡിഗ്രി ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആ സമയത്താണ് ഫൈസൽ സാറിന്റെ ഒരു ഇത് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഫൈസൽ സാറിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയതാ. അപ്പോഴാണ് സാറ് എന്നോട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വരീന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ ഉടനെ ട്രെയിനർ എന്നുള്ള പ്രോഗ്രാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ അതും രണ്ടും സാറിന്റെ കീഴിൽ നിന്ന് ഞാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതോട് കൂടിയാണ് കൊണ്ടോട്ടിയിലുള്ള ഒരു സാറിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്, കൗൺസിലിങ്ങിന് ചേരാന്ന്. അപ്പൊ സാറിനോട് ചോദിച്ചപ്പോ, അങ്ങനെ ഫൈസൽ സാറിനോട് ചോദിച്ചു കൗൺസിലിംഗ് പഠിച്ചാൽ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ അതിനുള്ളതും പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ ചേർന്നു, അതും കഴിഞ്ഞു. ഇപ്പൊ ഞാന് മാഷാ അല്ലാഹ് നല്ല സൂപ്പറായിട്ട് കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ എടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം നമ്മളെ ഫൈസൽ സാറാണ്. അപ്പൊ ശ്രീജ മാമിന്റെ ക്ലാസ്സും കൂടി കേട്ടതോട് കൂടി ഒന്നും കൂടെ മെച്ചപ്പെട്ടു. ഓക്കെ, താങ്ക് യു മാം, വെരി ഗുഡ് ക്ലാസ്. ഓക്കെ, സാർ തന്നെയാണ് നമ്മളെ എല്ലാത്തിന്റെയും നമ്മൾ കൊണ്ട് നടക്കുന്ന വലിയൊരു സംഭവം. ഇത്താള് പറഞ്ഞു. ഓക്കെ, താങ്ക് യു റസിയ മാം. താങ്ക് യു സർ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അലിൻ മാം. സാർ ഇവിടെ ഉണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇന്നിവിടെ വന്ന് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ടൈം എല്ലാം മാറ്റിവെച്ച്, വേറെ ഡിസ്റ്റർബൻസുകളും എല്ലാം മാറ്റിവെച്ച് ഫുൾ ഓൺ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഹേർട്ട് ഫെൽറ്റ് താങ്ക്സ്. പിന്നെ ഈ പ്ലാറ്റ്ഫോം ശ്രീജ മാമിനും ഞങ്ങൾക്കുമായിട്ട് അറേഞ്ച് ചെയ്തു തന്ന ഫൈസൽ സാറിനും എ ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ വണ്ടർഫുൾ സെഷൻ ഹാൻഡിൽ ചെയ്ത ശ്രീജ മാമിനും ഹേർട്ട്ഫുൾ താങ്ക്സ് ആൻഡ് ഓൾ ഗുഡ് വിഷസ് കേട്ടോ. എല്ലാവിധ ഗുഡ് ലക്കും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു. നമുക്ക് ഇനിയും സെഷൻസിൽ കാണാവേ. ഓക്കെ.
ഓക്കെ Bye. ബൈ. എക്സാമിൽ Bye. മാം എന്തായാലും പാസ്സാവട്ടെ. അതെ, ആയിക്കോട്ടെ ഓൾ ഗുഡ് വിഷസ് ഫോർ യുവർ നിങ്ങളൊക്കെ എക്സാം കേട്ടോ. പ്രാർത്ഥനയിൽ All good wishes. ഉൾപ്പെടുത്തിയാ മതി. അതെ, തീർച്ചയായിട്ടും. ഓക്കെ ഇനി മാം, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ് ഒക്കെ വെക്കാം. ഓ പിന്നെന്താ, ട്രീറ്റ് എന്തായാലും ഉണ്ടാവും. ശരി, ആയിക്കോട്ടെ. ആയിക്കോട്ടെ ഓക്കെ. ആയിക്കോട്ടെ. ഇതൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ട്രീറ്റ് തരണം, അപ്പൊ ഞാൻ പഠിക്കണം, പാസ്സാവണം എന്നുള്ള. എന്തായാലും കിട്ടും മാം, എഴുതിക്കോ, ധൈര്യത്തിൽ എഴുതിക്കോ. ആയിക്കോട്ടെ, ഞാൻ അടിവരിട്ട് വെച്ചു, ഡയറിയിൽ എഴുതി വെച്ചു. ഓക്കെ ഓക്കെ. ഡേറ്റ് കിട്ടിയ എക്സാമിന്റെ? ആ ഇല്ല നമ്മള് നോട്ടിഫിക്കേഷൻ വന്നേ ഉള്ളൂ. അപ്പൊ അതെ അല്ല, നമുക്ക് ഇന്ന് മുതൽ ഇപ്പം 8:30 ഇതിന്റെ കോച്ചിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു Okay, താങ്ക് യു ശരി. താങ്ക് യു Thank സാർ. you. ഗുഡ് നൈറ്റ് ഓൾ. ബൈ ബൈ.